സ്കൂട്ടർ തട്ടിപ്പ് കേസിൽ പ്രതി അനന്തുകൃഷ്ണനെ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. അനന്തുകൃഷ്ണനും കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റും തമ്മിൽ ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാട് നടന്നതായി പോലീസ് കണ്ടെത്തി. അനന്തുകൃഷ്ണന്റെ അക്കൗണ്ടിൽ നിന്ന് ലാലി വിൻസെന്റിന്റെ അക്കൗണ്ടിലേക്ക് 11 ലക്ഷം രൂപ എത്തിയതിന്റെ രേഖകൾ പോലീസിന് ലഭിച്ചു. അതേസമയം അന്വേഷണത്തിലൂടെ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരുമെന്നായിരുന്നു അനന്തുകൃഷ്ണനെ കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സന്നദ്ധ സംഘടനകളിലൂടെ ചെയ്യുന്ന പ്രോജക്റ്റാണ്. സത്യം പുറത്തു വരും. കേസ് അന്വേഷണം നടക്കും. കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ? ഉന്നതർക്ക് പങ്കുണ്ടോ? സത്യം പുറത്തു വരുമെന്നാണ് ഇപ്പോൾ അനന്തുകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനപ്പുറത്തേക്കുള്ള സത്യങ്ങൾ ഇനിയും വെളിയിൽ വരാനുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പ്രതി തന്നെ അങ്ങനെ പറയുമ്പോൾ എന്തൊക്കെയോ അതിന്റെ പുറകിലുണ്ട്. വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ഉമേഷ്, ഇയാൾ 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നതാണ് നിയമപരമായ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യം. കൂടുതൽ സത്യം പുറത്തു വരും അന്വേഷണത്തിൽ എന്നാണ് ഈ അനന്തുകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത്. പ്രതിയുടെ വാക്കുകളിൽ നിന്ന് വായിക്കേണ്ടത് എന്താണ്? ഇതിനപ്പുറത്തേക്കുള്ള വിവരങ്ങൾ ഇനിയും വരാനുണ്ടെന്നാണോ? നടന്നത് വലിയ തട്ടിപ്പാണ് എന്നുള്ളത് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെ ഇയാളെ പാർപ്പിച്ചിരുന്ന മൂവാറ്റുപുഴ സബ് ജയിലിൽ നിന്ന് മൂവാറ്റുപുഴ കോടതിയിലേക്ക് ഇയാളെ കൊണ്ടുവരുന്നതിന് മുൻപായി അവിടെ നിന്ന് ഇറക്കിയപ്പോഴാണ് അനന്തുകൃഷ്ണൻ്റെ ഈ പ്രതികരണം നമ്മൾ കേട്ടത്. അതായത് ഇത് സന്നദ്ധ സംഘടനകളുമായി ചേർന്ന് നടത്തിയ പ്രവൃത്തിയാണ്, സത്യം പുറത്തു വരും, അന്വേഷണം നടക്കട്ടെ എന്ന 3 വരി വാചകം മാത്രമാണ് ഇയാൾ പറയുന്നത്. പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യം 1ഉം 2ഉം അല്ലെങ്കിൽ ചില്ലറ തുകയുടെ ഇടപാടല്ല, 450 കോടി രൂപയുടെ ഇടപാട് ഇയാളുടെ വിവിധ അക്കൗണ്ടുകൾ വഴി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് മൂവാറ്റുപുഴ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഇയാളുടെ അക്കൗണ്ട് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ 3.25 കോടി രൂപ മാത്രമാണ് പോലീസിന് കണ്ടെടുക്കാനായതും അത് മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 12 അക്കൗണ്ടുകളാണ് ഇതിനകം മരവിപ്പിച്ചത്. അപ്പോൾ ഈ 3.25 കോടി ഒഴിച്ച് ബാക്കിയുള്ള തുകയൊക്കെ എവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് പോലീസിന് കിട്ടേണ്ടത്. അതിന് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യണം. അതിന് 5 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് കോടതിയോട് ആവശ്യപ്പെട്ടത്. അത് കോടതി ഇപ്പോൾ അംഗീകരിച്ചു. 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ ാണല്ലോ ഇപ്പോൾ ഈ ലാലി വിൻസെന്റ് പ്രധാനമായും കോൺഗ്രസിന്റെ നേതാവ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സാഹചര്യമുണ്ട്. BJP നേതാക്കൾക്കെതിരെ ആക്ഷേപങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലമുണ്ട്. ലാലി വിൻസെന്റിന്റെ അക്കൗണ്ടിലേക്ക് 11 ലക്ഷം രൂപ ഈ അനന്തുകൃഷ്ണന്റെ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ബന്ധങ്ങൾ, അതെന്തിനാണ് ആ 11 ലക്ഷം പോയത്? ഈ ലീഗൽ അഡ്വൈസർ എന്ന നിലയിൽ അത്രയും തുക നൽകേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുന്നില്ലേ? പല രാഷ്ട്രീയ നേതാക്കൾ ഉദ്ഘാടനത്തിനൊക്കെ വന്നിട്ടുണ്ട് ഇയാളുടെ പരിപാടികളുടെ. ആ ഉദ്ഘാടനങ്ങൾക്കപ്പുറത്തേക്ക് അതിനുശേഷം ആ തട്ടിപ്പുമായി അവർക്ക് ബന്ധമുണ്ടോ എന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതല്ലേ? അതെ, അതെല്ലാം സ്വാഭാവികമായിട്ടും ഈ ചോദ്യം ചെയ്യലിൽ അതിനൊക്കെ ഒരു മറുപടി ലഭിക്കും എന്നാണ് പോലീസ് കരുതുന്നത്. ഇയാളുടെ രാഷ്ട്രീയ ബന്ധം, പ്രത്യേകിച്ച് കോൺഗ്രസ് BJP നേതാക്കളുമായുള്ള ബന്ധം ഇതിനകം തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നതാണ്. അതിലേറ്റവും ഒടുവിലത്തേതാണ് ഈ ലാലി വിൻസെൻ്റ് ഇയാളുടെ എറണാകുളത്തുള്ള ഫ്ലാറ്റിൽ പലപ്പോഴും വരാറുണ്ടായിരുന്നു. ഇയാൾക്ക് വേണ്ടി ഇടപെട്ട കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് വാർത്തയായതാണ്. ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരമാണ് മൂവാറ്റുപുഴ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ അനന്തുകൃഷ്ണൻ്റെ അക്കൗണ്ടിൽ നിന്ന് 11 ലക്ഷം രൂപ ലാലി വിൻസെൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇയാൾ പലർക്കും തുക അയച്ചിട്ടുണ്ട്. അതിലൊരാൾ ലാലി വിൻസെൻ്റാണ്. അത് 11 ലക്ഷം രൂപയാണ് എന്നുള്ളതും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ മനു ചോദിച്ചതുപോലെ അത് അഭിഭാഷക എന്നുള്ള നിലയിൽ കൈപ്പറ്റിയ തുകയാണോ അതോ മറ്റേതെങ്കിലും തരത്തിൽ വന്ന തുകയാണോ, ഇനി ഇതിൽ കൂടുതൽ ഇടപാട് ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാട് ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉത്തരം കിട്ടേണ്ടതാണ്. അതെല്ലാം ഈ ചോദ്യം ചെയ്യലിൽ ഒരു വ്യക്തത വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വലിയ തട്ടിപ്പാണ് ഇയാൾ നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് അനന്തുകൃഷ്ണനെതിരെ ആദ്യം എടുത്ത കേസ് അത് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലായിരുന്നു. 3 പരാതികളാണ് അനന്തുകൃഷ്ണനെതിരെ ആദ്യം വന്നത്. ആ പരാതിയിലെടുത്ത കേസിലാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഇയാളെ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ആദ്യത്തെ 3 ദിവസം തുടർച്ചയായി വിശദമായ ചോദ്യം ചെയ്യലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഇയാൾ പറയുന്ന വിവരങ്ങളനുസരിച്ച് ഇയാളെ തെളിവെടുപ്പടക്കമുള്ള നടപടികൾ ഇയാളുമായി നടത്താനും പോലീസ് ആലോചിക്കുന്നുണ്ട്. ഏതായാലും 5 ദിവസത്തിനുള്ളിൽ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക. അതിലേറ്റവും പ്രധാനം ഈ കോടികളുടെ സാമ്പത്തിക ഇടപാട് തന്നെയാണ്. ഈ പണം എങ്ങോട്ട് പോയി അതിന് ഉത്തരം തരേണ്ടത് അനന്തുകൃഷ്ണനാണ്. ഒപ്പം ഇതിൽ മറ്റുന്നതർക്ക് പങ്കുണ്ടോ? നമ്മൾ അനന്തുകൃഷ്ണനോട് ചോദിച്ചതും അതുതന്നെയായിരുന്നു. ഇതിൽ നിങ്ങളല്ലാതെ മറ്റാരെങ്കിലും നിങ്ങൾക്ക് പുറകിലുണ്ടോ, ഉന്നതരുണ്ടോ ചോദിച്ചതിന് അയാൾ മൗനമായിരുന്നു അയാളുടെ മറുപടി. പക്ഷേ പോലീസിന് മുൻപിൽ ആ മൗനം തുടരാൻ കഴിയില്ല. 5 ദിവസമുണ്ട്. ആ 5 ദിവസത്തെ വിശദമായ ചോദ്യം ചെയ്യലിൽ ഒട്ടേറെ കാര്യങ്ങൾ അനന്തുകൃഷ്ണനിൽ നിന്ന് പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മനു.
ശരി ശരി ഏതായാലും ഉമേഷ്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് നമ്മുടെ മുൻപിലേക്ക് വരാനിരിക്കുന്നത്. ചോദ്യം ചെയ്യലിൻ്റെയൊക്കെ വിവരങ്ങളൊക്കെ പല വഴിക്ക് നമ്മുടെ മുൻപിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആരൊക്കെയാണ് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്.